ഒരു പണിയില്ലാത്ത ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഓൾമോസ്റ്റ് കുറേയൊക്കെ പണി ഒതുങ്ങി. അപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളായിട്ടൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് രാവിലെ ഇഡ്ഡലിയും അതേപോലെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ടിപ്പൊക്കെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്നാലും ഒരു ദിവസത്തെ ഏകദേശം രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ സാമ്പാറുണ്ട്, അല്ലെങ്കിൽ മീൻകറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മോര് കാച്ചിയതുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ കുറേ പണികളൊക്കെ അങ്ങ് കുറഞ്ഞു കിട്ടും അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു മീൻ വറുക്കുകയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പച്ചക്കറി താളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ജോലി കഴിഞ്ഞ് കിട്ടുമല്ലോ. ലോങ് വീഡിയോസ് എന്താണ് ജിഫി കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ കുത്തിയിരിക്കണ്ടടാ, വയ്യടാ, ഈ വയറൊക്കെ വെച്ച് കുറേ നേരം കുത്തിയിരുന്ന് ശ്വാസം വിടാണ്ട് വോയിസ് ഒക്കെ കൊടുത്തു വരുമ്പോഴത്തേനും ഞാൻ അങ്ങ് ചപ്പിളി ഉപ്പിളി ആയി പോകുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഇവിടെ പറമ്പിൽ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. പുല്ലുപറിയും ക്ലീൻ ചെയ്യലും കുഞ്ഞോവ വരാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷവും ഒരുക്കലും ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്തും പിടിച്ചും ഒക്കെ വെച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി. ഫ്രിഡ്ജൊന്നും ഒതുക്കാനുണ്ടായിരുന്നു. അതൊന്ന് ഓടിച്ചിട്ടങ്ങ് ഡീപ്പായിട്ടുള്ളൊരു ഒതുക്കലല്ല, എന്നാലും ഒന്ന് ഒതുക്കി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ. ഈ പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്കിനി ഒരു കമ്പോസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. നമ്മളോട് ഒത്തിരി പേര് നമ്മുടെ കിച്ചൻ്റെ കബോർഡിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. BPC എന്നാണ് ആ പിള്ളേർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ മറ്റേ കിച്ചൺ ടൂറിൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സാമ്പാറൊക്കെ താളിക്കത്തില്ലേ, അതേപോലെ കറിക്ക് താളിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ വറ്റൽ മുളകൊക്കെ ആ നേരെ ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ കത്രിക എവിടെ, എൻ്റെ ഞെട്ടുകളായിട്ടേ, മുറിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കടുകും കരിഞ്ഞ് ഉള്ളിയും കരിഞ്ഞ് കാക്കക്കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നേരത്തെ തന്നെ ഒരു പാകത്തിന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. താളിക്കുന്ന സമയത്ത് കടുക് വറ, ഉള്ളി വറ, വേപ്പില വറ, അതിൻ്റെ പുറകെ നമുക്ക് ഈ ചെപ്പിൻ്റെ അകത്ത് നിന്ന് ഇതേപോലെ വറ്റൽമുളക് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാച്ചിയെടുക്കാം. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇത് രാവിലെ ഞാൻ വീഡിയോ സെറ്റാക്കി വെച്ചിരുന്നതാണ് കാണിക്കാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഇച്ചിരി ഷേക്ക് ഇങ്ങോട്ടൊക്കെ കാണിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ. എന്തെങ്കിലും ടിപ്പ് കിട്ടിയാൽ നിങ്ങളോട് പറയണ്ടേ. പിന്നെ ഏതോ മുൻപത്തെ ഒരു വീഡിയോയിലോ ഷോർട്സിലോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ രാവിലെ ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പിഴിനാരങ്ങയൊക്കെ ഞാൻ ഒരിക്കൽ വേറൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് ഉപ്പിലിട്ട് വെക്കും, എന്നിട്ട് അച്ചാറിടും എന്ന്. വേറൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് എങ്ങനെ പ്രയോഗിക്കും എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതാ ഇങ്ങനെ പിഴിഞ്ഞ് കിട്ടുന്ന നാരങ്ങയൊക്കെ ഇല്ലേ, തൊണ്ടൊക്കെ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കുറച്ചൊരു 10-20 എണ്ണം, അതായത് ആ ഒരു 40 പകുതി നാരങ്ങയോളം ആകുമ്പോഴത്തേനും കുറച്ചധികം ക്വാണ്ടിറ്റി ആവുമല്ലോ. ഇത് ഉണക്കി പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കാം കേട്ടോ, അത്ര അധികം ആകുന്നവരേക്കും. അപ്പോൾ അത്ര അധികമായിട്ട് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറയാം. ഇത് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്കിത് പൊടിച്ച് വെക്കാം. എന്നിട്ട് മീനൊക്കെ വറുക്കുന്ന സമയത്തൊക്കെ ഫൈനലി നമ്മളതിങ്ങനെ എടുക്കില്ലേ, അപ്പം അതിൻ്റെ മീതി ഇങ്ങനെ ഇച്ചിരി കോളും ഇങ്ങനെ തൂക്കി കൊടുത്താൽ മതി. ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ 2 സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ജോക്കുട്ടിനെ TT എടുത്തിട്ട് കൈ വേദന കുറവുണ്ട്, പക്ഷെ എന്നാലും ഒരു പെയിൻ ഉണ്ട് അവന്. ഒരു നീരും കല്ലക്കലയ്ക്കും ഉണ്ട്. നമ്മൾ പ്രൈവറ്റിൽ എടുക്കുന്നതിനേക്കാളും കുറച്ച് വേദന കൂടുതലായിരിക്കും. അപ്പോൾ രാവിലത്തെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള ഉണക്കമീനാണ് അവിടെ വറുക്കുന്നത്. ഇപ്പുറത്തെ ചട്ടിയിൽ ഞാൻ നമ്മുടെ ഗരം മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പയ്യൊന്ന് ചട്ടി ചൂടാക്കിയിട്ട് ഇട്ട് വെച്ചു കേട്ടോ. ഈ ഗരം മസാലയാണ് ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയി വന്ന് പൊടിക്കുന്നത്. നിങ്ങൾ ഷോർട്സിൽ കണ്ടത് ഗരം മസാല. ഇത് പൊടിച്ച് വെക്കാൻ ഞാൻ മറന്നുപോയടാ. അതിൻ്റെ ഇടയ്ക്ക് ഇത് അടച്ചു വെച്ചപ്പോൾ ഇത് പയ്യൊന്ന് തണുത്തും കൂടി പോയി. അപ്പോൾ ഞാൻ കരുതി നാളെ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒടിച്ചിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുക്കില്ലേടാ, ചുക്കാണ് കേട്ടോ. ചുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ പൊടിക്കുകയാണെങ്കിൽ ഗരം മസാല വേറെ ലെവലായിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ അന്നക്കുട്ടിയുണ്ട്, അന്നക്കുട്ടീനെ ഇന്ന് വിട്ടിട്ടില്ല. ചുമയുണ്ട് ആൾക്ക്, നല്ല കുറവുണ്ട്, പക്ഷേ എന്നാലും കണ്ണിൻ്റെ തടമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് നമുക്ക് രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. ഒരു മുട്ടയും പൊരിക്കാം. മുട്ട പൊരിക്കാൻ ഇവിടെ ഇടിയാണ് കേട്ടോ. ഞാൻ പൊരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി ഉണക്കമീനും, 2 ടൈപ്പ് ഉണക്കമീനുണ്ട്. ഇത് നന്ദനും ഉണ്ട്, പിന്നെ നമ്മുടെ ബ്രാലോ
ബ്രാലല്ലല്ലോടാ, എന്തോ ഒരു മീൻ, ഇത്തിരി ദശയുള്ള മീനില്ലേ, അതുമാണ്. എനിക്ക് പൊതുവെ മീനുകളുടെ പേരിൽ ഞാൻ ഭയങ്കര മണ്ടിയാണ് കേട്ടോ. കൊച്ചുകാരനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് വലിയ മീനുകളുടെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്തുകൊണ്ട് നല്ല വെച്ച് കറി വെച്ച് ഞാൻ കൊടുക്കും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെതാ ഞാൻ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അന്നക്കുട്ടി മുട്ട വറുക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ മുട്ട വറുക്കാൻ ഈ കൈപ്പാത്രം നല്ലതാട്ടോ, നല്ല ഭംഗിയിൽ കറക്റ്റ് വട്ടത്തിൽ കിട്ടും. അപ്പോൾ സാമ്പാറും ഉണക്കമീൻ വറുത്തതും മുട്ട പൊരിച്ചതും ഒക്കെ ഇട്ട് ഇന്നത്തെ ഊണ് ദാ അങ്ങനെ നടക്കാണ് കേട്ടോ. ചേട്ടനപ്പോൾ വീട്ടിലുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാ പോയത്. ജോക്കുട്ടിനിവിടെ വഴക്കിട്ടിരിക്കുന്നത് എന്താണെന്നോ, അവനോട് ഞാൻ വാരി കഴിക്കാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് മറ്റേ കൈ മേളിൽ വെക്കാൻ പറഞ്ഞപ്പോൾ അവന് സങ്കടം വന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കോക്കിരിയൊക്കെ കാണിച്ച് എനിക്ക് സങ്കടം വരുമെന്നേ മക്കൾ കരയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനെ കുറച്ചൊക്കെ നമുക്കൊന്ന് അലിഞ്ഞു കൊടുക്കണം. കൈ അത്രയും വേദനയായിട്ട് ഇരിക്കില്ല. കാരണം എനിക്ക് ഹെൽത്തിൽ പോയി ടീറ്റി എടുത്ത് വന്നിട്ട് 2 ദിവസം കൈ നല്ല വേദനയായിരുന്നു. പിന്നെ നമ്മൾ പണിയെടുത്ത് നടക്കുമ്പോൾ അത്ര അറിയുന്നില്ല. ഇത് 5 വയസ്സല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എന്താ കുറേ കളിപ്പിച്ചിട്ട് ഞാൻ ചോറൊക്കെ വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ വീടിൻ്റെ അവിടെ കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആളെ നിർത്തി നമ്മൾ ക്ലീനാക്കി. അപ്പോൾ ഈ സൈഡിലെ പുല്ലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ കൂടി പറഞ്ഞു, അമ്മ നല്ല വെയിലാണമ്മ. അപ്പം ഞാൻ ഇല്ല പൊന്നോ അത് കഴിയട്ടെ, കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഇന്ന് ഇതുവരെ കാണാനില്ലല്ലോ, ഞങ്ങളുടെ അയൽക്കാരിയാണ് കേട്ടോ. തൊട്ടടുത്തല്ല, എന്നാലും നമുക്കറിയാം. നമ്മുടെ കുഞ്ഞിലെയൊക്കെ നമ്മൾ ഓടിക്കളിച്ച് കിടന്ന പറമ്പിനടുത്തുള്ള വീട്ടിലെ ചേച്ചിയൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല ചേച്ചിയെ, വീട്ടിൽ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ബോഗൻവില്ല വീണ്ടും വീണ്ടും പൂത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ആ സൈഡൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒന്ന് ഡീപ്പായിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ ആഗ്രഹമുണ്ടടാ, ശരീരം അങ്ങ് സമ്മതിക്കുന്നില്ല. വയ്യ, കുമ്പിടാനൊന്നും പറ്റുന്നില്ല. പണ്ടത്തെ രീതിയിലുള്ള നടുവളയിലൊന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പോൾ ജോക്കുട്ടിനെ ഇനി ഒന്ന് കുളിപ്പിക്കണം. കാരണം ഈ കൈവേദന കാരണം മേല് മാത്രം കഴുകിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതാ വെയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. തുണിയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ ചിലത് ഉണങ്ങാത്തതുള്ളത് ഞാൻ എന്താ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടും. ആ നമ്മുടെ മതിലിൻ്റെ മണ്ടയ്ക്കോ ഗേറ്റിൻ്റെ മണ്ടയ്ക്കോ ഇട്ടിട്ടോ, അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും. നമ്മൾ കുറേ നേരം ഇങ്ങനെ കൈ അനക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നീര് വരും, നീര് പോകില്ല. അപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നേരത്തേനേലും കുറച്ച് കുറവുണ്ട്. പക്ഷെ എന്നാലും കല്ലപ്പുണ്ട്. ആ ടീറ്റി എടുത്തു കൊടുത്തൊരു ചെറിയ തടിപ്പുണ്ട്. തടിപ്പെന്ന് പറഞ്ഞാൽ നീര് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. അപ്പം അവന് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് അപ്പൻ്റെ നിക്കറെടുത്ത് ഇടുക എന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഞാനിപ്പുറത്തെ കൈയൊക്കെ ഒന്ന് അനങ്ങുമല്ലോ. അപ്പോൾ ഞാൻ പറയാം എന്നാൽ ഒരു ഷർട്ടും കൂടി എടുത്ത് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടാന്ന് പറഞ്ഞോട്ട് കൈ ഷർട്ട് എടുത്ത് അവനിടാൻ തുടങ്ങി. അപ്പം കൈ ശരിക്കും ഇങ്ങനെ അങ്ങ് നമ്മൾ ഷർട്ടൊക്കെ ഇടാൻ എടുക്കുമ്പോൾ കൈയൊക്കെ പൊങ്ങുമല്ലോ, ഇതിട്ട് നടക്കും, ഉലിഞ്ഞു വീഴും. എനിക്ക് ചിരിക്കാൻ വയ്യ, എനിക്ക് വയറിന് നീര് വീണ അവസാനം ചിരിച്ചിട്ട് അവസാനം നമ്മൾ മതി ഊരി തായോ എന്ന് പറഞ്ഞപ്പോഴത്തേനും നിക്കർ എനിക്ക് ഊരി തന്നു. അല്ല, നിക്കർ അവൾക്ക് ഊരി കൊടുത്തു, ഷർട്ട് എനിക്ക് ഊരി തന്നു. അപ്പം ഞാൻ ഞാനിനി കുളിപ്പിക്കാം ഒരു 5 മിനിറ്റ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കുളിപ്പിക്കലൊക്കെ കുളിപ്പിച്ചു, ചൂടുവെള്ളത്തിലൊക്കെ തലയും മേലും ഒക്കെ. തലയിൽ തണുത്തോളാണ്. കുളിപ്പിക്കലൊക്കെ കുളിപ്പിച്ചപ്പോഴത്തേനും അന്നക്കുട്ടി ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈദ മുട്ടയൊക്കെ ഇട്ട് അടിച്ച് വെച്ചിട്ടാണ് പോയത്. അന്നമ്മക്ക് ഏലക്ക ചായ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഞ്ചി ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ അങ്ങനെ ആ മുട്ടയൊക്കെ അടിച്ച നമ്മുടെ മൈദയുടെ ആ ബാറ്ററി ഇരിക്കുന്നുണ്ടായിരുന്നത് ദോശ പോലെ ആക്കിയെടുത്തു. ഇത് പല സ്ഥലത്ത് പല പേര് പറയും കേട്ടോ. ഏലാഞ്ചി എന്ന് പറയും, പിന്നെന്തുവാ മുട്ടച്ചുരുട്ടെന്ന് പറയും, മുട്ടക്കൊഴലപ്പം എന്ന് പറയും. എൻ്റെ അമ്മയൊക്കെ മുട്ടക്കൊഴലപ്പം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മുടെ ആബീസിൽ നല്ല മഞ്ഞ കളറിൽ കിട്ടും. ഇത് പൊതി പോലെ ഇരിക്കും. എന്നിട്ട് അവർ ഏലാഞ്ചി എന്നാണ് പറയുക. അപ്പം ഞാനിതൊരു ദിവസം മേടിച്ച് ഭയങ്കര ഇങ്ങനെ മഞ്ഞ കളർ, അതെൻ്റെ ഫേവറേറ്റ് കളർ മഞ്ഞയാണ്, നല്ല മഞ്ഞ കളർ തന്നെ. ഇപ്പം മഞ്ഞ അത് പറഞ്ഞാൽ മേടിച്ചെന്ന് പറഞ്ഞ് തിന്നപ്പത്തേനും എടാ നമ്മുടെ മുട്ടച്ചുരുട്ട്. അപ്പം ഞാൻ അവനെ പറ്റിച്ചല്ലേ. അവരുടെ നാട്ടിലെ ഏലാഞ്ചി എന്നാ പറയുക. അവന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്യൊക്കെ ഒരുപാട് ഇട്ടിട്ടാണ് അവരുണ്ടാക്കുക. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ തേങ്ങാപ്പീരയും അതേപോലെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ഇട്ടിട്ടൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ് പോലെ വെക്കും. അപ്പോൾ ഇതിങ്ങനെ പുറമേ കാണുമ്പോൾ ഓർക്കുമ്പോൾ എന്താ പപ്സോ? പപ്സ് അല്ലടാ, നമ്മുടെ മുട്ടച്ചുരുട്ട് അല്ലെങ്കിൽ ഏലാഞ്ചി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ പലഹാരത്തിന് എന്താ പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുട്ടച്ചുരുട്ടെന്നാണോ, ഏലാഞ്ചി എന്നാണോ, അല്ലെങ്കിൽ മുട്ടക്കുഴലപ്പം എന്നാണോ? എൻ്റെ അമ്മയൊക്കെ ഇതിനെ മുട്ടക്കുഴലപ്പം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ ഇങ്ങനെ മടക്കി പൊതി പോലെ ആക്കില്ല, ചുരുട്ടിയ തരത്തുള്ളൂ. അതായിരിക്കും മുട്ടക്കുഴലപ്പം എന്ന് പറയാം. അപ്പോൾ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും എനിക്ക് ഈ സ്ലാബിൻ്റെ പുറം തുറക്കാറുണ്ടാവും.
പാത്രം കഴുകാനുണ്ടാവും. എനിക്ക് മാത്രമല്ല, ലോകത്തിലെ സകല വീട്ടമ്മമാർക്കും ഉണ്ടാവും. അപ്പം ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പോൾ ആ നേരം ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടാണ് പോയത്. പക്ഷെ പിള്ളേർ കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് രണ്ടാമത് ഞാൻ ചായ ചൂടാക്കി. ഇതാരും പറഞ്ഞു അമ്മ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്നമോള് ലാസ്റ്റ് കുളിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുക. കാരണം എൻ്റെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ കുറേ സഹായിക്കും കേട്ടോ. എൻ്റെ വലങ്കൈയാണ് അവള്, എൻ്റെ പ്രാണാണ്. എനിക്ക് സങ്കടം വരും എനിക്കുള്ള കാര്യം പറഞ്ഞ്. അപ്പം അങ്ങനെ കുറേ എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ദൈവം അറിഞ്ഞു തന്നൊരു മകളാണ്. പല അമ്മമാർക്കും പെൺമക്കളെന്ന് പറയുമ്പോൾ അയ്യോ പെൺമക്കളോ എന്നൊരു പുച്ഛമാണ്. പക്ഷെ പെൺമക്കൾ അനുഗ്രഹമാടാ, സത്യം. അപ്പോൾ അങ്ങനെ അന്നക്കുട്ടിയും കുളിച്ചിട്ട് വന്നു. പിന്നെ എൻ്റെ ട്യൂഷൻ്റെ സമയമായി. ട്യൂഷൻ കിടാങ്ങളേക്ക് എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ട്യൂഷൻ മക്കൾ. ഇനി ഇവിടെ ഒരു മൂത്ത പുത്രനുണ്ട്, അവനിപ്പോൾ വരും. അവൻ ബാത്റൂമിൽ പോയി കഥ വരുന്നുണ്ട്. അപ്പോൾ അവന് ചാപ്റ്റർ എടുത്ത് കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് നിന്ന് പൊടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ശ്രീനന്ദനയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ട്യൂഷൻ കുറേ നേരം എടുക്കും കേട്ടോ. ഒരു 3 മണിക്കൂറോളം ഞാൻ ട്യൂഷൻ എടുക്കും. ശനിയാഴ്ച ആകുമ്പോൾ ഞാൻ എക്സ്ട്രാ ടൈം ഞാൻ എടുക്കും. ശനിയാഴ്ച അതേപോലെ ഞായറാഴ്ച എടുക്കുകയാണെങ്കിൽ, ഹൈസ്കൂളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ പിള്ളേർ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ട് കഴിച്ച ദിവസങ്ങളുണ്ട്. അത് ഈ പൊടിയുടെ ബർത്ത്ഡേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ പോയി. അപ്പോൾ സാമ്പാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കറിക്ക്. വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി വേണം. ഞാൻ ചേട്ടനോട് പറഞ്ഞു വറുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മീൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പച്ചമീനെ നമുക്ക് വറുക്കാമല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ കരുതി 7:30 വരെ നോക്കി നിന്നിട്ടും 7:30 അല്ല 8 മണി ഏകദേശം ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. പപ്പനെ കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥന എത്തിക്കാം. ഇനി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ മീൻ കൊണ്ടുവരും, മീൻ കഴുകലായി, ക്ലീൻ ചെയ്യലായി, വറുക്കലായി. അപ്പോൾ 9 മണി കഴിയും. പിന്നെ നമുക്ക് മനസ്സിൽ പിശാശ് കൂടും. പ്രാർത്ഥന ചെല്ലണോ എന്നൊരു തോന്നൽ വരും. എനിക്കാണെങ്കിൽ പ്രാർത്ഥന അല്ലാണ്ട് ഇരുന്നാൽ എന്തോ പോലെയാണ്. എനിക്ക് പറ്റില്ല. അത് അഹങ്കാരം പറയുകയോ പൊങ്ങിത്തരം പറയുകയോ അല്ല. ഡെയിലി പ്രാർത്ഥന ചെല്ലുന്ന ആൾക്കാർക്ക് ആ ഒരു ഇത് മുടങ്ങിയാലില്ലേ ഭയങ്കര പ്രയാസമാട്ടോ. ഈ കൊന്തയൊക്കെ ഡെയിലി എത്തിക്കുന്ന ആൾക്കാർക്ക് അത് ശരിക്കും അറിയാൻ പറ്റും. അത് നമുക്ക് കിടന്നാൽ പോലും നമുക്ക് ഉറക്കം വരില്ല. കിടക്കണോടത്ത് കൊന്ത ചെല്ലാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. അഹങ്കാരമല്ല, അവസ്ഥയാണ്. നമ്മൾ കുഞ്ഞിലെ തൊട്ട് ശീലിച്ചൊരു കാര്യം ഒരു ദിവസം മുടങ്ങിയാൽ പറ്റില്ല. നമ്മൾ അതേപോലെ ഒരു പള്ളിയിലൊക്കെ പോയിട്ടാണ്, അവിടുത്തെ പ്രയറിനൊക്കെ പോയിട്ടാണ് പ്രാർത്ഥന മുടങ്ങുന്നതെങ്കിൽ പോലും വിഷമം തോന്നും. പക്ഷെ എന്നാലും പള്ളിയിലാണല്ലോ പോയതെന്നൊരു സമാധാനം ഉണ്ടാവും. നമ്മുടെ മടി കൊണ്ടൊക്കെ മുടങ്ങുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ പ്രാർത്ഥന പകുതി ആയപ്പോഴത്തേനും ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് തേങ്ങയും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ മേടിച്ചിട്ട് വായുവിനെ രണ്ടാമത് പാവത്തിനെ കടയിൽ വിട്ടു കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന മീനൊക്കെ ഞാൻ ശരിയാക്കാണ്. നമ്മൾ അന്നമോളെ വേഗം മസാല കൂട്ടിക്കോ, നമുക്ക് ചോറുണ്ടേ, ധൃതിക്കല്ലല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്നെ കൊണ്ടൊന്ന് കാണിക്കും. ഇത്ര മഞ്ഞപ്പൊടി മതിയോ അമ്മ, ഇത്ര. അപ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ആ മഞ്ഞപ്പാത്രം നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ വെച്ചിട്ട് അവൾ പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കും. അപ്പം ഞാൻ വെട്ടിയ മീനായിരുന്നു, എന്നാലും അതിൽ ഇച്ചിരി ചോരക്കട്ടയും ഇച്ചിരി ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല കത്തിയും കൊണ്ടൊക്കെ വടിച്ചു കളഞ്ഞു, നല്ല സുന്ദര കുട്ടപ്പനാക്കി ഉപ്പും വിനാഗിരി ഇട്ട് ഒലച്ച് കഴുകി പൊടികളൊക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് കുറച്ച് കൈവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിരുമിയെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ മീനയിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടിയെടുക്കും. ഈ മീൻ കുടുക്കയാണെന്ന് തോന്നുന്നു. കുടുക്കയാണോ ഞാൻ ചോദിച്ചിട്ട് ഏതെങ്കിലും വീഡിയോയിൽ പറയാം കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. തിന്നും കഴിഞ്ഞു മീൻ ഒരു കഷ്ണം പോലും ഇനി ബാക്കിയില്ല. എന്നിട്ടാണ് മീനിൻ്റെ പേരറിയില്ല. കുടുക്കയാണെന്ന് തോന്നുന്നു. അതെ, കുടുക്കയാണ്. യെസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ വറുത്തെടുത്തു. ഞങ്ങൾ ചോറൊക്കെ കൊണ്ടു വർത്താനമൊക്കെ പറഞ്ഞേ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ. പിള്ളേർ നമ്മുടെ കുഞ്ഞു മേശയാണല്ലോ, എന്തെങ്കിലുമൊക്കെ അഭ്യാസമൊക്കെ കാണിച്ചിട്ട് വെള്ളമൊക്കെ മറച്ചിടും. അപ്പോൾ വഴക്ക് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. ചിരിയും കളിയും വഴക്കും തമാശകളും ഒക്കെ ആയിട്ട് രാത്രിയിലത്തെ ഊണ് കഴിക്കൽ അങ്ങോട്ട് കഴിഞ്ഞു. ഊണ് കഴിക്കൽ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അപ്പന്മാരുടെ പരിപാടി അവിടെ നിൽക്കും. ചില സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ പാത്രം കഴുകിത്തരും കേട്ടോ, പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചപ്പോൾ നല്ലൊരു ഉഷാറുണ്ട്. അതുമല്ല എനിക്ക് ട്യൂഷൻ എടുത്ത് കഴിയുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കൂടുതൽ ടെൻഷനും പ്രഷറും ഒന്നും എനിക്കില്ല എന്നാണെങ്കിൽ
ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. എടുത്ത് വെക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കും. പിന്നെ ചില ഗ്ലാസ്സൊക്കെ അപ്പോൾ തന്നെ എടുത്ത് വെക്കില്ല കേട്ടോ. അതൊന്നും അവിടെ നിന്ന് അതിൻ്റെ വെള്ളം ഒന്ന് പാറി ചിലപ്പോൾ നേരം വെളുത്ത ശേഷം എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ടതാണ് ഗ്യാസ് അടുപ്പ്. ഇന്ന് ഞാൻ രാവിലെ ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഈ അടുപ്പിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് അടുപ്പും കൂടി നന്നായിട്ടൊന്ന്, കാരണം മീനൊക്കെ വറുത്തപ്പോഴത്തേനും ഇഷ്ടംപോലെ എണ്ണ അവിടെ പൊട്ടിത്തെറിച്ച് വീണിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ തട വെച്ചാലും അവിടെ തെറിച്ചിങ്ങനെ വീഴും. തൊണ്ടയ്ക്കൊരു ഇടയ്ക്കൊരു കിച്ച് കിച്ച് ഉണ്ട്. അപ്പോൾ ഒന്ന് സഹിച്ചേക്കണേ. അപ്പോൾ അതാ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ എണ്ണ തെറിക്കുമ്പോഴത്തേനും ആ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കും. ഒരു ദിവസം പഴയ അടുക്കളയിൽ അങ്ങ് നിന്നങ്ങ് കത്തി. അന്ന് നമ്മൾ തീരെ ചെറുതാ. അയ്യോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ മണ്ടമ്പണി കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഈ ഗ്യാസിൻ്റെ കുഴലൊക്കെ സൈഡിൽ കൂടി പോയേക്കണേ, ലെവലൊന്നും പറ്റി എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. തെറിച്ച് വീണാലും വേണ്ടൂല, ഞാനത് തുടച്ച് കളഞ്ഞോളാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പോഴാണ് ഞാൻ ഗരം മസാലയുടെ കാര്യം ആലോചിച്ചത്. ഞാനത് അപ്പോൾ പൊടിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ പൊടിച്ചത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഡബ്ബയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പയർ വെക്കണോ നാളത്തേക്ക്, കടല വെക്കണോ, ഗ്രീൻ പീസ് വെക്കണോ? അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നുള്ളത്. ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതുകൊണ്ട് ഉച്ചക്കത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസ് ഞാൻ അപ്പോൾ വെള്ളത്തിലിട്ടു. കിച്ചൺ സ്ലാബൊക്കെ നന്നായിട്ട് തുടച്ചു, സ്റ്റൗവൊക്കെ ക്ലീനാക്കി, സിങ്കൊക്കെ കഴുകി. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് വെച്ചു. ഇത്രയും കഴിയുമ്പോഴാണ് പിന്നെ ബാത്റൂമിൽ പോയി കൈയും കാലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി അതിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് എൻ്റെ ഒരു ദിവസം കംപ്ലീറ്റ് ആവുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്